കോഴിക്കോട് കക്കോടിയിൽ ഗുഡ്സിൽ തുറന്നു വെച്ച കുട കുരുങ്ങി വയോധികൻ നിലത്ത് വീണ ഒരു സംഭവം അത് പ്രേക്ഷകർ കണ്ടു കാണും. ഇതിൽ പോലീസ് കേസെടുത്തു എന്ന വാർത്ത വരുന്നുണ്ട്. ഗുഡ്സ് ഓട്ടോ ഡ്രൈവർക്കെതിരെയാണ് ചേവായൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. വെങ്ങേരി സ്വദേശി മാധവൻ നമ്പീശനാണ് പരിക്കേറ്റത്. കുട തട്ടി അദ്ദേഹം തറയിൽ വീണു. ആ ദൃശ്യം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും എന്ത് അപകടകരമായിട്ടുള്ള രീതിയിലാണ് ഈ കുട കൊണ്ടുപോയിരുന്നത്. കണ്ടില്ലേ? ഇപ്പോൾ കുട തട്ടിയ പാവം മനുഷ്യൻ വഴിയോരത്തൂടെ നടന്നു പോവുകയായിരുന്നു. അദ്ദേഹത്തെ കുട വീണു. കണ്ണിലം കൊള്ളാഞ്ഞത് ഭാഗ്യമായി. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് ചേരുന്നു. അഭിജിത്ത്, പോലീസ് കേസെടുത്തു എന്നുള്ള കാര്യം നല്ല കാര്യം. ഇത് ആരുടെ വണ്ടിയാണെന്നൊക്കെ പോലീസ് തിരിച്ചറിഞ്ഞോ? എസ്കെൻ, പോലീസ് നിലവിൽ കേസെടുത്തിട്ടുണ്ട്. അപകടകരമായ രീതിയിൽ ഈ വാഹനം ഓടിച്ചതിനാണ് ഇപ്പോൾ ഈ ഗുഡ്സ് വാഹനത്തിലെ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഈ സംഭവം നമ്മൾ ഏറെ ഞെട്ടലോടുകൂടിയാണ് ഈ CCTV ദൃശ്യങ്ങൾ കണ്ടത്. ഗുഡ്സ് വാഹനത്തിൽ തുറന്നു വെച്ച കുട കുരുങ്ങിയാണ് ഈ മാധവൻ നമ്പീശൻ എന്ന വയോധികൻ നിലത്ത് വീഴുന്നത്. അദ്ദേഹം നടന്നിരുന്ന അതേ ദിശയിൽ തന്നെ ഒരു കാർ വരുന്നുണ്ടായിരുന്നു. കാർ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് വെട്ടിച്ചത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. അതിനെ അത്ഭുതകരമെന്ന് തന്നെ നമ്മൾ വിശേഷിപ്പിക്കണം. അതാ CCTV ദൃശ്യങ്ങളിൽ വ്യക്തവുമായിരുന്നു. ഇദ്ദേഹം നിലത്ത് വീണതിന് പിന്നാലെ ഈ ഗുഡ്സ് വാഹനത്തിൽ ഉണ്ടായിരുന്നവർ ചേർന്ന് തന്നെയാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ ഏറ്റവും അപകടകരമായ കാര്യം, ഈ ഓടുന്ന ഗുഡ്സ് വാഹനത്തിലാണ് ഇങ്ങനെ ഈ കുട തുറന്നു വെച്ചിട്ടുള്ളത്. അത് അപകടം ക്ഷണിച്ചു വരുത്തുമെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാത്തതല്ല, ഈ ഗുഡ്സ് വാഹനം ഓടിക്കുന്നവർക്ക് അറിയാത്തതല്ല. ഏതായാലും അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടി എന്നുള്ളതാണ് ആശ്വാസം. നിലവിൽ ഈ ഗുഡ്സ് വാഹനത്തിലെ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. താങ്ക് യു അഭിജിത്ത് മുഴക്കുന്ന്. മുഹമ്മദ് അലി പറയുന്നു, ഈ നന്മമരങ്ങൾ കൊണ്ട് ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ എത്രയോ ആൾക്കാരുടെ സഹായം തേടിയിട്ടാണ് ഈ കാരുണ്യ പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നത്. ലോകത്ത് പല സ്ഥലങ്ങളിൽ നിന്നും മലയാളികൾ കൈയച്ച് സഹായിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ കൂടി ഒരു അമേരിക്കൻ മലയാളികളിൽ 2 പേർ നമ്മുടെ ഓഫീസിൽ കയറി വന്ന് ഒരു 1.5 ലക്ഷം രൂപയുടെ സഹായധനം നൽകിയിട്ട് പോയി. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ കൈയച്ച് സഹായിക്കുന്നുണ്ടല്ലേ നമുക്ക് പലപ്പോഴും ഈ കാരുണ്യ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇതിനകത്ത് ചില പാഴ്നിലാവുകളുണ്ട്. അവരെയാണ് സൂക്ഷിക്കേണ്ടത്. കാര്യം ആരുടെ പണമായാലും മതി. ചിലപ്പോൾ കണ്ടില്ലേ, കണ്ണ് കാണാൻ വയ്യാത്ത ആൾക്കാരുടെ പിച്ചച്ചട്ടിയിൽ നിന്ന് പണം എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരില്ലേ, അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ.